ഒരുവിധം എല്ലാ ബാച്ചിലേഴ്സും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്ന തേങ്ങ അരക്കാത്ത ആ ഒരു പരിപ്പറി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ദാൽ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ മസൂർ ദാലാണ് എടുത്തത്. ഏത് പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല, കുക്കറൊന്നും വേണ്ട കേട്ടോ. അതുപോലെ ചെമ്പിൽ വേവിച്ചെടുത്താൽ മതി. പരിപ്പ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് അടികട്ടിയിൽ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. മീഡിയം വലുപ്പത്തിലുള്ള വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാട്ടിയെടുത്ത് എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാണ്ടല്ലോ ഇതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. അതോടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ ഇറച്ചി മസാല പൊടിയോ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറി തക്കാളിയൊക്കെ വെന്തുടഞ്ഞു കഴിഞ്ഞാൽ വേവിച്ച പരിപ്പ് വെള്ളത്തോടു കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. മൂടി തുറക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തീ ഓഫ് ചെയ്യാൻ നേരം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കുബൂസിൻ്റെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.